അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ച് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തിയ ശേഷം ദിലീപ് ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് മടങ്ങുമ്പോൾ ദിലീപ് നടത്തിയ പ്രതികരണമുണ്ട്. നമുക്ക് ആ പ്രതികരണം കേൾക്കാം. ജൂനിയേഴ്സ്, മനു, ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി, കടപ്പാട് അറിയിക്കുന്നു. താങ്ക് യു. അഭിഭാഷകർക്ക് നന്ദിയും കടപ്പാടുമൊക്കെ അറിയിക്കുകയായിരുന്നു ദിലീപ്. ഇപ്പോൾ AK ബാലൻ ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. കൂട്ടബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരെ ശിക്ഷിച്ചിട്ടുള്ളത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. കോടതി പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ഉണ്ടാവും. ഞാനത് വിധി ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും ഇതിൽ നേതൃത്വം കൊടുത്ത ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഗൂഢാലോചന തെളിഞ്ഞില്ല. ഇനി ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാവുന്ന സംവിധാനം എന്നുള്ള നിലയിൽ ഇനിയും അപ്പലേറ്റ് കോർട്ടുകളുണ്ട്. അതെപ്പോഴും അതിജീവിതേൻ്റെ കൂടെ തന്നെയാണുള്ളത്. നാളെ ഇതുവരെ നിന്നിട്ടുള്ളത് അതാണ്. ശക്തമായിട്ടുള്ള നിലപാട് കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും. ഇപ്പോൾ ഇനി അന്വേഷിയിലെ K അജിതയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന വിധി എന്നതായിരുന്നു അജിതയുടെ പ്രതികരണം നേരത്തെ വന്നത്. ആ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കടുത്ത നിരാശ എന്നായിരുന്നു K അജിത പറഞ്ഞത്. ദിലീപിനെ വെറുതെ വിട്ട നടപടിയിൽ നിരാശയുണ്ട്. ദിലീപിനെ പ്രതിയാക്കാൻ മതിയായ തെളിവുകൾ നൽകിയിട്ടും കോടതി പരിഗണിച്ചില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നൊക്കെയുള്ള അജിതയുടെ പ്രതികരണം വരുന്നു. നമുക്കത് കേൾക്കാം. കോടതി വിധി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേയറ്റം നീതി നിഷേധമായിട്ടാണ്. ഇതിൽ ചെറിയ മീനുകളെ പിടിച്ച് ജയിലിലിട്ടു, അവർക്ക് ശിക്ഷ കൊടുത്തു. യഥാർത്ഥത്തിലുള്ള മീനിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ കേസിൻ്റെ, ഈ വിധിയുടെ ഒരു അവസാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.